ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലാണ്. ഹസ്ബൻഡിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ അതൊരു റോസ്റ്ററി ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ഒരു ഐഫോൺ ഗിവ് അവേ, പിന്നെന്താ ഐഫോൺ, പിന്നെ എയർപോർട്സ്, iWatches 5 പേർക്ക് കേട്ടോ. ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് UAE അക്രോസ്. അപ്പോൾ നമുക്കൊരു വീഡിയോ പോയി വെറുതെ എടുക്കാം. എന്നോട് അവർ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഒരു പോർട്ട്ഫോളിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഇവിടെ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ജോബ് വേക്കൻസീസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു പോർട്ട്ഫോളിയോ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് പോയി ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയാലോ. ഞാൻ എന്താണ് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത് നിങ്ങൾ ആരും ആലോചിക്കരുത്. ഞാനൊരു ന്യൂ കണ്ടന്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു അത്. ഗെറ്റ് റെഡി വിത്ത് മീ, എല്ലാവർക്കും അറിയാലോ ഗെറ്റ് റെഡി വിത്ത് മീ വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ 2 ദിവസം എടുത്തു വെച്ച വ്ളോഗുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോയതും, രണ്ടാമത്തത് ഞങ്ങൾ പിറ്റേ ദിവസമല്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെയുള്ള കോർണിഷിലും മറീന മാളിലൊക്കെ പോയി ചുറ്റിക്കറങ്ങിയതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ട് മീൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ശീലമുണ്ട് ഗൈസ്. നല്ല ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകും. എത്ര പേർക്ക് ഇത് ഉണ്ടെന്ന് അറിയില്ല, എനിക്കൊന്നും എല്ലാവർക്കും ഓൾമോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ക്ലിപ്സ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 വീഡിയോ കമ്പൈൻ ചെയ്യാൻ കേട്ടോ. 4 മിനിറ്റ് എങ്ങാണ്ട് ഞാൻ ഒരു വീഡിയോക്ക് എനിക്ക് വ്ളോഗിന് ലെങ്ത്ത് ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കൂടി കമ്പൈൻ ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാന്ന്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഗായ്സ്. എൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. ഒരു പിനാഫോർ, ഗ്രീൻ കളറിൽ വരുന്നൊരു പിനാഫോർ. ഞാൻ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ഷാൾ ഇട്ട് ആ ഡ്രസ്സിനെ അങ്ങോട്ട് കൊളാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എനിക്ക് ആ ബ്ലാക്ക് ഷാൾ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. കാരണം അത് അങ്ങോട്ട് ചേരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കുറച്ചെങ്കിലും ബ്ലാക്ക് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ബ്ലാക്ക് ഷാൾ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പോവല്ലേ, കുറച്ച് വൃത്തിക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത്. പൊതുവേ എനിക്ക് വേറെ ആരെങ്കിലും എടുത്ത് തരുന്ന ഡ്രസ്സ് നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഞാൻ എടുക്കുന്ന ഡ്രസ്സ് അത്ര ഭംഗി ഉണ്ടാവാറേ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഘോരം പ്രസംഗിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഇടുന്നത് തുടങ്ങിയ വിവരങ്ങളാണ്. അതൊക്കെ നിങ്ങളെ അറിയിക്കണ്ടേ ഗെറ്റ് റെഡി വിത്ത് മീ ആവുമ്പോൾ. അപ്പോൾ എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതി, എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു 4-5 മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഒരു മസ്കാര, ഒരു ഐലൈനർ, 2 ലിപ്സ്റ്റിക്ക്, ഒരു ലിപ് ലൈനർ, ഒരു കൺസീലറല്ല കളർ കറക്ടർ. ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാൻ എൻ്റെ മുഖത്തെ എത്രത്തോളം കുളമാക്കാൻ പറ്റുമോ അത്രത്തോളം ഇന്ന് കൊളാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. മേക്കപ്പിൽ എനിക്ക് വലിയ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം എൻ്റെ മുഖത്തെ ഞാൻ വികൃതമാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഒരു ലിപ് കോംബോ എന്ന് പറയുന്നത് എന്തായാലും കുളമായി. ഞാൻ നിങ്ങൾക്കും കൂടി അങ്ങോട്ട് അറിയിച്ചു തരാം. അത് മാൾസിൻ്റെ ഒരു ലിപ് ലൈനറും, ഷെയ്ഡ് ഞാൻ മറന്നുപോയി, ഇൻസൈറ്റിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കും. ഇത് രണ്ടുമാണ് എൻ്റെ ചുണ്ടിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ണിൽ നമുക്ക് ഡാസ്ലർ വിട്ടൊരു കളിയില്ല. ഡാസ്ലർ മാത്രമേ ഞാൻ എൻ്റെ കണ്ണിൽ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഡാസ്ലർ മാത്രം. പിന്നെ ഇൻസൈറ്റിൻ്റെ തന്നെ കളർ കറക്ടറാണ് എൻ്റെ കയ്യിലുള്ളത്, പക്ഷെ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് അല്ലാണ്ട് തന്നെ എൻ്റെ മുഖം ഇത്രയും കൊളായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ അതും കൂടി ഇട്ട് കൊളാക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഇത്രേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ടില്ല. പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് വേറെ പലതും ഉണ്ടെന്ന് തോന്നാം. ഇനിയും നന്നിങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരം വഴുകും. അപ്പം ഇരുട്ടിയാൽ വീഡിയോക്ക് ക്ലിയർ ഉണ്ടാവില്ലല്ലോ. ഇപ്പം തന്നെ സമയം ഏകദേശം 5:30 മണിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പ്രസംഗിക്കാതെ നേരം കളയാതെ ഞാൻ നേരെ ഇറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൺ വോയിസിൽ സംസാരിക്കുന്നതിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് പോരാ. ഞാനിതിലൊക്കെ ഓൺ വോയിസിൽ വർത്താനം പറയുന്നുണ്ട്. എനിക്കതിന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് പോരാ. എന്നെങ്കിലും ഒരു നാൾ ഇതൊക്കെ മാറ്റിയെടുത്ത് കുറച്ച് കോൺഫിഡൻസോട് കൂടി ഓൺ വോയിസ് വീഡിയോ ആയിട്ട് ഞാൻ വരും.
ഇതിലും ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഓൺ വോയിസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫുൾ വീഡിയോ ഓൺ വോയിസ് ആയിട്ട് ഞാൻ ചെയ്യും. അത്ര അവസ്ഥയാണ് ഞാൻ എല്ലാം പേഴ്സണൽ കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ കെട്ടിയോന് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ മറ്റേ പ്രിൻസ് സിനിമയിലെ ചിഞ്ചുറാണിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാനിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് 6 ദിവസമായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ 6-8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ടെയിൻ റോസ്റ്ററി. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷോപ്പ്. ഈ ഷോപ്പിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനാണ് ഞാനിന്ന് പോയത്. ശരിക്കും ഈ ഷോപ്പിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനാണ് ഞാനിന്ന് പോയത്. അപ്പോൾ ഇവരുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ UAE ഫുള്ളായിട്ടുണ്ടെന്ന്. UAE ഫുള്ളായിട്ടില്ല. ദുബായ്, അബുദാബി, എമിറേറ്റ്സുകളിലാണ് ഇവരുടെ ബ്രാഞ്ചസ് ഉള്ളത്. ദുബായിൽ അബുദാബിയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇവരുടെ ഷോപ്പ് കാണാം. കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കപ്പം എവിടെ പോയാലും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ധൈര്യം സംഭരിച്ച് ഞാൻ ആ ഷൂട്ട് തീർത്തിരിക്കുന്നു ഗൈസ്. എൻ്റെ ഹസ്ബൻഡ് തന്നെ എടുത്തുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരാളാണ് എൻ്റെ മുന്നിൽ നിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ നെർവസായി അവിടെ വല്ല ബോധവും കിട്ട് വീണേനെ. കാരണം എനിക്ക് അത്രയും ധൈര്യമൊന്നും ഇല്ലാന്ന് ഞാനിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മേലനങ്ങാത്ത ഞാൻ കുറച്ച് പണിയെടുത്തോണ്ട് എനിക്ക് ക്ഷീണം വന്നു. അതായത് അപ്പം ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച അപ്പുറത്തുള്ള കരിക്ക് ഷോപ്പിൽ പോയി അവിടെ നിന്ന് കപ്പ ബിരിയാണിയും കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. എങ്ങനെ ഞാൻ പോയാലും ഇത്തിരി പൈസയെങ്കിലും കൂടുതൽ ചിലവാക്കാതെ എവിടുന്നും വരാറില്ല ഗൈസ്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ സത്യമായിട്ട് പറയാം കേട്ടോ, എനിക്ക് അവിടുത്തെ കപ്പ ബിരിയാണീൻ്റെ മിക്സ് ഇല്ലേ, അതാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടം. വേറെ എന്ത് ഫുഡ് ഞാൻ വേറെ എന്തൊക്കെയോ ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ കപ്പ ബിരിയാണീൻ്റെ മിക്സ് അതിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്. നല്ല ചൂടോടെ നല്ല സ്പൈസി ആയിട്ട് ഇങ്ങോട്ട് തരും. കുറേ പച്ചമുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ. എൻ്റെ മോനെ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരങ്ങളിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു സാധനവും ഈ കപ്പ ബിരിയാണിയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് കടയിലോട്ട് വന്ന് വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച്. അപ്പോൾ അവിടെ ഐസും മിന്നുത്താത്തയൊക്കെ വന്നിട്ടുണ്ട്. ഐസും മിന്നുത്താത്തയൊക്കെ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ രാത്രി വല്ലതും ഞണ്ണണ്ടേ, അപ്പം നമുക്ക് എന്തെങ്കിലും വാങ്ങാം എന്നും പറഞ്ഞ് പോവാണ്. അതായത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വാങ്ങാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പാലും എന്തോ ചപ്പാത്തി പാക്കറ്റോ അങ്ങനെ എന്തോ ഒന്നും കൂടി വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസങ്ങളിലായിട്ട് എടുത്തു വെച്ച വ്ളോഗ് കമ്പൈൻ ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് 2ാമത്തെ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇറങ്ങി അങ്ങോട്ട് നടക്കന്നെ തോന്നുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. ഒരു മൺഡേ ആണ് ഞങ്ങൾക്ക് ഇവിടെ ഹോളിഡേ. മൺഡേ ഈസ് അവർ ഹോളിഡേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് പോവാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിൽ ഫുൾ AC ഉള്ളൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുള്ളത്. അവിടെ പോയി അവിടെ ഇങ്ങനെ കുറേ പേര് ബാസ്കറ്റ് ബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്നുണ്ട് അപ്പുറത്ത്. അങ്ങനെ അതിലേ നമുക്ക് നടന്ന് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സുഖമാണ്, വെയിലത്ത് കൂടി നടക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ UAE ഗവൺമെൻറ്റിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ആ കാര്യത്തിലൊക്കെ. ഇതാണ് കേട്ടോ ആ സ്ഥലം. കണ്ടോ, കുട്ടികൾ ബാസ്കറ്റ് ബോളും ഫുട്ബോളും ഒക്കെ അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. കണ്ടിരിക്കാനും നല്ലൊരു ഈവനിങ് വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് നടന്നു പോകണമെങ്കിലും സുഖമാണ്. അത് അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നി. ഞാൻ കുറേ ഒന്നും നടന്നിട്ടില്ല, കുറച്ചേ നടന്നുള്ളൂ. പിന്നെ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് AC വരുന്നതെന്നാണ് എൻ്റെ കെട്ടിയൻ എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് അവിടെ ഒരു ഇങ്ങനെ ഇത് കാണിച്ചു തരികയും ചെയ്തു. അതിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ കുറച്ച് കാറ്റൊക്കെ കിട്ടി. സത്യമാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഞാനൊരു പൊട്ടത്തി ആയതുകൊണ്ട് ഞാൻ എല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഏതാണ് സത്യം ഏതാണ് കള്ളം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കില്ല. ഇവിടുന്ന് എങ്ങോട്ടാ? അങ്ങോട്ട് കാണിച്ചാല് കോർണിഷോ ബീച്ച്, കോർണിഷ് ബീച്ച് പോവാം. സൺസെറ്റ് ആവാനായി. അത് സൺറൈസ്. അങ്ങനല്ല, അവിടെ പോയപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്.
നിങ്ങൾക്കുണ്ട UAE ഇങ്ങനെ തന്നെയല്ലേ സിനിമകളിലൊക്കെ? സാധാരണ ഞാൻ കുറേ റീല് കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന UAE വേറെയും UAEയിൽ എത്തിക്കഴിഞ്ഞാൽ വേറെയും. മീൻസ് അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി ജോലി എടുക്കുന്നവരും കഷ്ടപ്പെടുന്നവരൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ എത്തിയത് എന്തായാലും അബുദാബി സിറ്റി തന്നെയാണ്. അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച UAE ഇത് തന്നെയാണ് ഗൈസ്. ബീച്ച് അവിടെ എവിടെയോ ഒരു മല ഉണ്ട് പോയോ. ഇവിടുന്ന് ഒരു ബോട്ട് കയറി ആ മലയെ കൊണ്ടുപോകും പോയോ. പച്ചക്കറികളാണ് ഇവിടെ. അവിടെ ഒരു ബീച്ച് മീൻസ് ബോട്ടുണ്ട്. ആ ബോട്ട് കയറിയാൽ നമ്മൾ മലയിൽ കൊണ്ടുപോകും. ഫുൾ പറഞ്ഞു പറ്റിക്കുക. ഏത് ചേച്ചിയും ചേട്ടനും? ഒരു ചേച്ചിയും ചേട്ടനും അല്ല. വിശ്വസിക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ സാധാരണ സൺസെറ്റ് ആസ്വദിക്കുന്ന ഒരു പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സൺറൈസ് ഞാൻ കാണാറേ ഇല്ല, അതൊരു സത്യം. പക്ഷെ സൺസെറ്റ് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ വീട് ഞാൻ വയനാട്ടിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു മലേൻ്റെ കുറച്ച് താഴെയായിട്ടാണ് എൻ്റെ വീട്. എനിക്ക് വേണമെങ്കിൽ സൺസെറ്റ് നോക്കിയാൽ കാണാം. പക്ഷേ ഞാൻ അങ്ങനെ അത് പോയി നോക്കി അങ്ങനെ ഓർത്ത് വെച്ച് നോക്കി അങ്ങനെ പ്രകൃതി ഭംഗി അത്രത്തോളം ആസ്വദിക്കുന്ന ഒരു പേഴ്സണാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബീച്ചിൽ വന്നിട്ടുള്ളൊരു സൺസെറ്റ് എന്ന് പറയുന്നത്, ബീച്ചിൽ നിന്ന് ഒരു സൺസെറ്റ് കാണുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു നല്ല വൈബ് ഫീലാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നല്ല കാറ്റും, തണുത്ത കാറ്റല്ല എന്നുള്ളത് വേറൊരു പ്രത്യേകത. നല്ല ചൂടുള്ള കാറ്റും സൺസെറ്റും ബീച്ചും. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഓർമ്മ അവിടെ ഞാനിങ്ങനെ കോഴിക്കോട് തളർന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക എന്തൊക്കെ കിട്ടിയനേല് ഇവിടെ അതൊന്നും കിട്ടാനില്ല. എന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങണം എനിക്ക് വയ്യെങ്കിൽ. പക്ഷെ ഞാൻ ചെയ്യില്ലത്. ഞാൻ അവിടെ നിന്ന് നേരെ മറീന മാളിലോട്ട് പോയി ഗൈസ്. AC കൊള്ളാൻ പനി വരുന്ന ഞാൻ AC കൊള്ളാൻ വേണ്ടിയിട്ട് മറീന മാളിലോട്ട് പോയി. ബസ് കയറി മറീന മാളിൽ പോയി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഗൈസ്. ഞാൻ അങ്ങനെ മോളിലുള്ള വിഷ്വൽസ് ഒന്നും അധികം എടുത്തിട്ടില്ല. അതും എന്നെ പറഞ്ഞ് പറ്റിച്ചു ഗൈസ്. പറ്റിച്ചതാണോന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യമാണോന്ന് അറിയില്ല. കുറേ അറബികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ, അറബികളൊക്കെ ഇല്ലതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവരുടെ ഇതില്ലാതെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം, കുറേ ആൾക്കാർ പോകുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അധികം ഇവിടെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അവർ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ബർഗർ, KFCന്ന് ബർഗർ കഴിച്ചു കേട്ടോ. ബർഗറിൻ്റെ ഒരു കോംബോ വാങ്ങി അത് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയതും വന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയാണ് കാണുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വളരെ എക്സ്പെൻസീവാണ്. ഇന്ത്യനെ കമ്പയർ ചെയ്ത് നോക്കാനേ ഇവിടെ പാടില്ല. UAE അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ കേട്ടോ. കുറച്ച് കൺട്രോൾ ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്ളോഗുകളായിട്ട് ഞാൻ വരും. ഇതുപോലെയെല്ലാം ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പം ടാറ്റ ബൈ ബൈ ഫ്രം ഷഫ്ന ജുനൈദ് സൈനിങ് ഓഫ്.